ബൈ ദ ബൈ നമ്മ ഇന്ന് എന്റെ വലിയ കുഞ്ഞാൻ്റെ നിൽക്കാൻ വന്നിരിക്കാണ്. നീലേശ്വര കൊടിഞ്ഞു മൂലയിലാണ് എന്റെ കുഞ്ഞാന്റെ പോരെ. നമ്മത്തും ഏകദേശം രാത്രിയായി. പിന്നെ ഏത് പാതിരാത്രി വന്നെങ്കിൽ കുഞ്ഞാക്ക് ചായ സൽക്കാരം അത് നിർബന്ധ. ഇപ്പൊ നമ്മ മൂന്നാള് ജേഴ്സി ഇടിയാകുമ്പോ യോനിക്കൊരു പൂതി ജേഴ്സി തന്നെ ഇടണോന്ന്. കുഞ്ഞു മനസ്സല്ലേ, അങ്ങനെല്ലാം ഉണ്ടാവും. അങ്ങനെ ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടാകുമ്പോഴത്തേക്ക് നല്ല ചായയും മുട്ടയും കഴിച്ചിട്ട് ഞാനിപ്പോ ഇടുത്ത നാട്ടിൻപുറം കാണാൻ വേണ്ടിട്ട് കത്തി എടുത്തിട്ട് വിട്ടു. പിന്നെ ഈ നാട് പോയക്കാരന്റെ അടുത്ത് തന്നെ ഇടുത്ത വ്യൂ എല്ലാം കാണാൻ എല്ലാം മജാണ്. അപ്പാണ് എന്റെ കണ്ണിലേക്ക് ഇങ്ങനെ ഒരു സംഭവം കാണപ്പെടുന്നത്. ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെയായിട്ട് ഇത്രക്കുള്ള എന്റെ നിഴലിനെ കണ്ടിട്ടുണ്ടായില്ല. അപ്പൊ ഇത്ര കാലം നീ ഏടെ ഉണ്ടായറാ? സാധാരണ നമ്മുടെ നാട്ടിലെല്ലാം മട്ടിലേനെ വെച്ചിട്ടാണ് വിക്കറ്റ് ആക്കല്. പിന്നെ ഈ നാട് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയോണ്ടെന്ന് തോന്നുന്നു. തെങ്ങിന്റെ തണ്ട് കൊണ്ടാണ് ഇവിടെ വിക്കറ്റ് എല്ലാം ആക്കുന്നത്. പിന്നെ ഈ നാട്ടിലാണെങ്കിൽ കുറെ ഹൗസ് ബോട്ടുകളുണ്ട്. ഇപ്പൊ കുഞ്ഞാക്ക് തീ കത്തിക്കാനും വേണ്ടിട്ട് ബെറെടുത്തോണ്ട് പോകുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്മാർട്ട് ബോയ് മിസ് ബോയിനാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. അങ്ങനെ പൊരുക്കത്തിന് നോക്കുമ്പോ എല്ലാണ്ടും കല്ലിൽ എന്തോ കളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും കുഞ്ഞു മനസ്സാണ്. പിന്നെ നമ്മളെല്ലാരും കൂടിയിട്ട് നല്ല പാങ്ങല് ഫുട്ബോൾ കളിച്ച്. പിന്നെ യോനിക്കാണെങ്കിൽ പുള്ളറൊക്കെ കളിക്കാനേ കഴിയും. അല്ലാണ്ട് യോന്റെ പ്രായത്തിലുള്ളവരൊക്കെ കളിക്കാനൊന്നും യോനെ കൊണ്ട് കഴിയില്ല. ഈ പുള്ളറോട് ഇങ്ങനെ ഷോർക്കാണ്ട് പോയി തരത്തിൽ പോയിട്ട് കളിക്കാ നീ. പിന്നെ ഞാൻ കളിയിൽ ഇറങ്ങിയതോടെ തന്നെ ഫസ്റ്റ് ഷോട്ട് തന്നെ കുളത്തിലേക്ക് മിണ്ട് കളി ഫുൾ കോളായിട്ടുണ്ട്. ഞാനൊരു കഴിവേറിയല്ലേ. അങ്ങനെ ഇപ്പൊ ഞാൻ കയറെടുത്തോണ്ട് അളിയാനൊക്കെ ഒരു സ്ഥലം വരെ പോവാണ്. അളിയാക്ക് വലിയ ഭ്രാന്തി, രണ്ട് ആട്ടിനെ മേങ്ങാൻ. അങ്ങനെ ആട്ടിനെ മേങ്ങാൻ വന്നതാകുമ്പോ വണ്ടിയിൽ കയറിയപ്പോഴത്തേക്ക് ഈ ആടാണെങ്കിൽ ഒരു ഭാഗം തുള്ളാൻ കളിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പൊ ഈ ആട് എന്നെന്തും കാക്കുമെന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് ഉസുറ മാറിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് മിനിറ്റുകൾ മണിക്കൂർ പോലെയാണ് തോന്നിക്കൊണ്ടായത്. അങ്ങനെ ഇപ്പൊ കുറെ പിടിയും ബലിക്ക് ശേഷം ആട്ടിന്റെ വണ്ടി നിറക്കിയിട്ട് ഇപ്പൊ പൊരക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ പൊരക്കത്തിരുന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ബിരിയാണി കഴിച്ചിട്ട് നമ്മ നേരെ പൊരക്ക് വിട്ടു. അപ്പൊ ഓക്കെ ബൈ.